ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറ്റാർവാഴേൻ്റെ ഒരു വീഡിയോ ആണ്. കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര ജെല്ല് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടും നമ്മളെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും നമ്മളെ സ്കിന്നിനൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ട ഒരു സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല വെയിലുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കറ്റാർവാഴ ഉണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ചൂട് കൂടുതലുള്ള സമയം കൊണ്ടാണ് നമ്മൾ ടെറസിൻ്റെ മുകളിലും കൂടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒക്കെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ പോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ ഉണങ്ങിപ്പോയ ഒരു പീസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, വേറൊരു പോട്ടിലേക്ക്. ഇപ്പം അത് ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നന്നായിട്ട് പച്ച നിറത്തിൽ നല്ല തടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മാറ്റി നടാൻ നമുക്ക് ഒരുപാട് തൈകളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് മാറ്റി നട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പോട്ടി മിക്സൊക്കെ മാറ്റിയിട്ട് 2-3 പോട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കുറച്ച് തൈകൾ വേറെയുണ്ട്. ഇത് നമ്മളങ്ങനെ ഓരോ പോട്ടിൽ നിന്ന് വേർതിരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ലതായിരുന്നു, നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു, തലയിൽ തേക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ആകെ എല്ലാം നശിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒക്കെ ഉണങ്ങിപ്പോയതാണ് നല്ല വെയിലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് മാറ്റിയില്ലെങ്കിൽ പിന്നെ മൊത്തമായിട്ട് നശിപ്പിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല പൊട്ടി മിക്സൊക്കെ വെച്ചിട്ട് ഒന്നെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങനെ മാറ്റി നടാനുള്ള തൈകളാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പൊട്ടി മിക്സ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു പോട്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് പോട്ടി മിക്സ് ശ്രദ്ധിക്കുമ്പം പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വളമായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ പഴത്തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. പഴത്തൊലി അങ്ങനത്തെ ഉള്ള വേസ്റ്റുകളൊക്കെ നമ്മുടെ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഗാർഡനിങ് സോയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ മണലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ടെറസിൻ്റെ മുകളിലുള്ള ഈ ചണ്ടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പോട്ടി മിക്സ് ഇതാക്കുന്ന നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഓരോ പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഷെയ്ഡുള്ള ഭാഗത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു വലിയൊരു വേരോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് വന്നതായിരുന്നു. ഡെയിലി നമുക്ക് ഓരോ ലീഫ് പറിക്കാനൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചൂട് കൂടിയതുകൊണ്ടും പിന്നെ വെള്ളം കുറഞ്ഞതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇതിങ്ങനെയായി പോയത്. അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്കി മണ്ണിട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ജസ്റ്റ് വേര് കവർ ചെയ്യുന്ന ഭാഗത്ത് മാത്രം മണ്ണിട്ട് കൊടുത്താൽ മതി. കറ്റാർവാഴ നടുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ആവരുത്. പിന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണിലും കൂടി വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മണലും കൂടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ മണൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോട്ടൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് തൈകളുണ്ട്. ഈ ഒരു പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്. പുതിയ തൈകളുണ്ടായിട്ട് നമ്മൾ മാറ്റിയൊന്നും കുഴിച്ചിട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ വേനലും കൂടി ആയപ്പോഴത്തേക്ക് ഒന്ന് നന്നായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ 2-3 പോട്ടുകളിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചാക്കൊക്കെ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. 2-3 ഗ്രോ ബാഗും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുത്ത പോലെ അതിൽ നിന്ന് നമുക്ക് നല്ല തൈകൾ നോക്കിയെടുത്തിട്ട് ഈ പോട്ടുകളിലേക്കൊക്കെ ആക്കിയിട്ട് നമ്മളെ കറ്റാർവാഴനൊക്കെ നമുക്ക് വീണ്ടെടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ മാറ്റിയെടുത്ത തൈകളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ പോട്ടിലേക്കൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. മഴക്കാലം ആവുന്നതിൻ്റെ മുന്നേ നമ്മളിങ്ങനെ മാറ്റി നട്ടിട്ടില്ലെങ്കിൽ ഓൾറെഡി ഉണങ്ങിയിരിക്കുന്ന സാധനം പിന്നെ മഴ കൊണ്ട് ചീഞ്ഞ് കഴിഞ്ഞാൽ ആകെ കേടായി പോവും. അപ്പം ഇതുപോലുള്ള കെയറുകളൊക്കെ കറ്റാർവാഴക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ നശിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ അത് നശിച്ചു പോവാതെ നോക്കേണ്ടതും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടൊക്കെ ആയതുകൊണ്ട് പോട്ടുകളൊക്കെ മാറ്റിയിട്ട് സെപ്പറേറ്റ് ആക്കി പോട്ടി മിക്സൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ ഓരോ പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദിവസവും ഓരോ ലീഫൊക്കെ പറിച്ചെടുക്കാൻ പാകത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് തലയിലും മുടികളൊക്കെ ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റാണ്. പിന്നെ കറ്റാർവാഴ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉള്ളൊരു ചെടി കൂടിയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഈ ചെറിയ ടിപ്സൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ കറ്റാർവാഴ ഇതുപോലെ ചീഞ്ഞിരിക്കുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാറ്റി നട്ട് നോക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.